അശ്വതി നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾക്ക് 7.5 ശനിയിലൂടെ കാലഘട്ടം കടന്നു പോവുകയാണ്. ഒപ്പം തന്നെ വ്യാഴവും മോശത്തിലാണ്. ഇപ്പോഴെന്നല്ല, എല്ലാ കാലവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇവരുടെ ജന്മനക്ഷത്രത്തിന്റെ ദേവത എന്ന് പറയുന്ന അശ്വിനി ദേവന്മാരാണ്. ഓം അശ്വിനി കുമാരാഭ്യം നമ. ഈ മന്ത്രം ദിവസവും കഴിയുന്നിടത്തോളം നമ്മൾ ചൊല്ലുക. ജന്മനക്ഷത്രനാഥൻ കേതുവാണ് ഇവരുടെ. അപ്പോൾ നമ്മൾ കേതുവിനെ ഭജിക്കുക. കേതു എന്ന് പറയുന്നത് ചണ്ഡികയാവാം, ഒപ്പം തന്നെ ഗണപതിയാവാം. പക്ഷെ എങ്കിലും നിങ്ങൾ ഓം ഖേദവേ നമ എന്ന് ജപിച്ചാൽ മതി. ഗ്രഹങ്ങൾക്ക് ഓരോ അധിഷ്ഠാന ദേവതകളുണ്ട്. കേതുവിന്റെ ദേവത എന്ന് പറയുന്ന ഗണപതിയും ചാമുണ്ടിയും ആയതുകൊണ്ട് പതിവായിട്ട് നമ്മൾ ഓം ഗം ഗണപതിയെ നമ എന്ന് ജപിച്ചുകൊണ്ട് നടക്കുന്നതും ഓം ചാമുണ്ടായെ നമ എന്ന് ജപിച്ചുകൊണ്ട് നടക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ ഉയർച്ച ഉണ്ടാവുന്നതാണ്. മേടം രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. ഓം കുജായ നമ എന്ന് ഭജിക്കുന്നത് നല്ല. അപ്പോൾ സന്ധ്യാസമയത്ത് നാമജപത്തിന് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഓം അശ്വിനി കുമാരാഭ്യ നമ എന്ന് 108 ജപിക്കുക. 1008 വിരോധമില്ല. ഓം ഖേദവേ നമ എന്നൊരു 1008 ജപിക്കുക. ഓം ഗം ഗണപതിയെ നമ എന്ന് കുറെ ജപിക്കുക. ഓം ചാമുണ്ടായെ നമ എന്ന് ജപിക്കുക. രാവിലെ ആണെങ്കിൽ രാവിലെ സമയം പോലെ ജപിക്കുക. ഇങ്ങനെ നിങ്ങളുടെ ജാതകം അനുസരിച്ചിട്ട് ഒരു ദൈവജ്ഞനെ കൊണ്ട് പരിശോധിച്ച് എല്ലാ കാലത്തെയും ഇഷ്ടദേവതയും പരദേവതയും ഗ്രാമദേവതയും ഭജിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഒരു പരിധി വരെ നിങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറി നിൽക്കുന്നതാണ്.